നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പ് ദിവസം അടുത്തതോടെ സ്ഥാനാർത്ഥികൾ വീട് കയറിയുള്ള വോട്ടഭ്യർത്ഥന സജീവമാക്കിയത് മുതിർന്ന നേതാക്കൾക്കൊപ്പം. പാണഞ്ചേരിയിലെ ഭരണം 3 മുന്നണികളും വിജയം അവകാശപ്പെടുന്നു. താണിക്കുളം സെന്ററിൽ നടന്ന മാടക്കത്ര പഞ്ചായത്ത് LDF കൺവെൻഷൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളും അനുയായികളും കൊണ്ടുപിടിച്ച ഓട്ടത്തിലാണ്. കഴിയുന്നത്ര വീടുകൾ കയറി ഓരോരുത്തരെയും കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. ജനങ്ങളിൽ നിന്നും അനുകൂലമായ പ്രതികരണമാണ് എന്ന് സ്ഥാനാർത്ഥികൾ അവകാശപ്പെടുന്നുവെങ്കിലും ആർക്ക് വോട്ട് ചെയ്യണമെന്ന തീരുമാനത്തിൽ വോട്ടർമാർ എത്തിയതായിട്ടാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഞാൻ ജയിച്ചാൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന വാഗ്ദാനമാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഒരേപോലെ ഉന്നയിക്കുന്നത്. നമ്മളിപ്പോൾ 2 ഘട്ട സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞ് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവെ ജനങ്ങൾക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ആ മാറ്റത്തിനൊപ്പം നമ്മളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഈ 13ാം ഡിവിഷൻ തിരിച്ചു പിടിക്കുമെന്ന് ഉറച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ജനങ്ങളുടെ കൂടെ, ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ കൂടെ നിന്ന്, അവരിലൊരാളായി അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും, നമ്മുടെ നാടിൻ്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ വിമതശല്യം മൂലം മുന്നണി സ്ഥാനാർത്ഥികൾ വിഷമിക്കുന്നത് കാണാം. ഏറ്റവും വലിയ അഭിമാനകരമായ നേട്ടമാണ്. മണ്ണുത്തിയിൽ വരുമ്പോൾ സ്വാഭാവികമായും മണ്ണുത്തിയുടെ കഴിഞ്ഞ 5 വർഷക്കാലം രേഷ്മ ഹെമേജ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, 18 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ 18 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ശേഷമാണ് ഇവിടെ ജനവിധി തേടാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായും മണ്ണുത്തിയിൽ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മണ്ണുത്തി ബൈപ്പാസ് നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. ആ ബൈപ്പാസിന് താഴെ ഈ ഹൈവേ അതോറിറ്റിയുടെ ഡംപിംഗ് കേന്ദ്രമായിട്ട് മാറുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ നിന്നും മാറ്റം വരുത്തി കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഹൈവേ ബ്രിഡ്ജിന് താഴെയായി മനോഹരമായിട്ടുള്ള കളിയിടങ്ങളും അതുപോലെ തന്നെ നടപ്പാതയും ഇരിപ്പിടങ്ങളുമായി സായാഹ്നങ്ങളിലും അല്ലാത്ത സമയത്തും വന്നിരിക്കാനും മുഖച്ഛായ തന്നെ, മണ്ണുത്തിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു വികസനം സാധ്യമാക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തേത് എന്ന രീതിയിൽ പറഞ്ഞു വെക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വെട്ടിക്കൽ പ്രദേശത്ത് നിന്ന് മണ്ണുത്തിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഹൈവേയുടെ സൈഡ് തന്നെയാണ്. അതേപോലെ തന്നെ കാർഷിക സർവകലാശാലയുടെ 2 കൂട്ടരെയും സംയോജിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമാക്കി ആ റോഡിനെ മാറ്റി അവിടെ നല്ല നടപ്പാതയോടും അതേപോലെ പൂന്തോട്ടങ്ങളും ഉൾപ്പെടെ ആളുകൾ വന്നിരിക്കാവുന്ന സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ കഴിയുന്ന ഇടങ്ങളാക്കി മാറ്റാൻ വേണ്ടി കഴിയണം എന്നതുകൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എങ്കിലും ആരും ആത്മവിശ്വാസം കൈവിടുന്നില്ല. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മൈക്ക് പ്രചരണം കുറവാണെന്ന് പറയാം. കർണകഠോര ശബ്ദം മുഴക്കി ജനങ്ങളെ അലോസരപ്പെടുത്തുന്നത് വോട്ടുകളെ ബാധിക്കുമെന്ന തിരിച്ചറിവ് മുന്നണികൾക്കുണ്ടായ പോലെ തോന്നുന്നു. ഒരു പ്രവചനം സാധ്യമല്ലാത്ത വിധം മുന്നോട്ട് പോകുമ്പോൾ കാത്തിരുന്ന് കാണാമെന്ന പതിവ് പല്ലവിയിൽ നമുക്ക് ആശ്വസിക്കാം. വോട്ടെടുപ്പ് അടുത്തതോടെ മുൻനിര നേതാക്കൾ വോട്ട് അഭ്യർത്ഥനയുമായി സ്ഥാനാർത്ഥികൾക്കൊപ്പം വീടുകൾ കയറിയിറങ്ങുന്നതും കാണാം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. 3 മുന്നണികളും ചില സ്വതന്ത്രന്മാരും നിരവധി പാരഡി ഗാനങ്ങൾ ഇറക്കി ജനശ്രദ്ധ നേടാൻ കിണഞ്ഞ് ശ്രമിക്കുന്നതും കാണുന്നു. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ 13ാം വാർഡ് പൊടിപ്പാറയിൽ നിന്നും ഞാൻ മത്സരിക്കുകയാണ്. എല്ലാ മാന്യ വോട്ടർമാരും വൻ ഭൂരിപക്ഷത്തോടെ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പാണഞ്ചേരിയിൽ 3ാം തവണയും 20 സീറ്റോടെ ഭരണമുറപ്പെന്ന് LDF. പാണഞ്ചേരിയിൽ പൂർണ്ണ വിജയം നേടി ഭരണം കൈവരിക്കുമെന്ന് UDF. പാണഞ്ചേരിയിൽ ചരിത്ര വിജയം കുറിച്ച് NDA ഭരണം പിടിക്കുമെന്ന് BJP. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 20 സീറ്റ് നേടി 3ാം തവണയും LDF ഭരണം നിലനിർത്തുമെന്ന് LDF തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VC സുജിത് അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും എല്ലാ മേഖലകളിലും ഉള്ള വികസനങ്ങൾ ഊന്നി പറഞ്ഞും
അടുത്ത കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന ആരോഗ്യ മേഖലയിലെ കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിസ് കേന്ദ്രം, ബഡ്സ് സ്കൂൾ തുടങ്ങിയവയും മറ്റു മേഖലകളിലും നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറഞ്ഞാണ് LDF സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അധികാരത്തിലേക്ക് വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 16 സീറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മൾ 16 സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അതിനേക്കാൾ വലിയ വിജയസാധ്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ വെലങ്ങന്നൂർ ഉൾപ്പെടെയുള്ള, ആൽപ്പാറ ഉൾപ്പെടെയുള്ള, ചുവന്നമണ്ണ് ഉൾപ്പെടെയുള്ള, കൂട്ടാല ഉൾപ്പെടെയുള്ള നിരവധി വാർഡുകൾ ഇനിയും ജയിച്ചു കയറാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും 20-ലധികം സീറ്റ് കെട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാണഞ്ചേരിയിൽ ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി അധികാര തുടർച്ച നിലനിർത്തും എന്നതാണ് പറയാനുള്ളത്. ഇത്തവണ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണം BJP കൈയാളുമെന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് BJPയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നതെന്നും ഇടതുവലത് കക്ഷികളുടെ ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും സംസ്ഥാന സർക്കാരും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തും സർവ്വമേഖലയിലും പൂർണ്ണ പരാജയമായിരുന്നുവെന്നും ഇത് അക്കമിട്ട് നിരത്തിയും കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയുമാണ് NDA സ്ഥാനാർത്ഥികൾ വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നതെന്ന് BJP എറണാകുളം മേഖലാ വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പഞ്ചായത്ത് PG ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ ബിജോയ് തോമസ് പറഞ്ഞു. BJP പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ നാടിൻ്റെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്കും സെൻട്രൽ ഗവൺമെന്റിനും അനുകൂലമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും. ആ സ്വീകരിക്കുന്നതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭരണം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിനകത്ത് ഉണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. BJP ആ 2-ൽ നിന്ന് ഭരണത്തിലേക്ക് എത്താനുള്ള സീറ്റുകൾ കരസ്ഥമാക്കും. വികസനം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇപ്പോൾ LDF ആയാലും UDF ആയാലും ഈ പീച്ചി ഡാമിൻ്റെ അടുത്ത് പരിസരത്ത് ഒരു 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സർക്കാർ കിടത്തി ചികിത്സയുള്ള ആശുപത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കിടത്തി ചികിത്സ ഉള്ള ആശുപത്രി എന്ന് പറയുന്ന സമയത്ത് അതിൽ ഗൈനക്കോളജി അവിടെ പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റെല്ലാ തരത്തിലുള്ള ചികിത്സയും ഒരു 5 പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പഴയ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവുമായി പോകുന്ന സമയത്ത് പല വീടുകളിലും ചെല്ലുന്ന സമയത്ത് ഈ കാര്യവുമായി സംസാരിക്കുന്ന സമയത്ത് അവരെന്നോട് പറയുകയുണ്ടായി, എന്നെ ഈ പീച്ചി ആശുപത്രിയിലാണ് പ്രസവിച്ചത്. ആ പ്രസവിച്ച കുട്ടിയെയും അമ്മയെയും കാണാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ വികസനം പറയുന്ന ആളുകൾ ഈ ആശുപത്രി എവിടെ പോയി? ഉത്തരം പറയാനായിട്ട് തയ്യാറാകണം ഇവിടുത്തെ ആളുകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് LDF ബഹുജന റാലിയും പൊതുസമ്മേളനവും താണിക്കുളം സെന്ററിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി മാർട്ടിൻ നാഥൻ അധ്യക്ഷത വഹിച്ചു. മാറ്റാമ്പുറത്ത് നിന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച റാലിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ആബാലവൃതം ജനങ്ങൾ ചെങ്കൊടിയേന്തി അണിനിരന്നു. റാലിയുടെ മുന്നിൽ സ്ഥാനാർത്ഥികൾ അണിനിരന്നു. CPM ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MM മൗറാച്ചൻ, AYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി, CPIM ലോക്കൽ സെക്രട്ടറിമാരായ സാജൻ പോൾ, VS അനൂപ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് താണിക്കുറ സംഘം നടക്കുന്ന വമ്പിച്ച പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ നൽകുകയാണ് ചെയ്തത്. ആ ചരിത്ര വിജയത്തെ തുടർന്ന് 2021 നടന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകി.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകുന്ന ഈ സ്വീകാര്യത അത് മുമ്പത്തേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ഞാൻ വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പോയപ്പോൾ ലഭിച്ച അനുഭവം. കൂടുതൽ ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം വരുന്നു. അത് കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF-ഉം BJP-യും എന്തെങ്കിലും ഒരു സമരവും പ്രഖ്യാപനവും ഒക്കെ നടത്താറുണ്ട്. എന്ത് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുമ്പ് ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം ബ്രോഷർ പ്രകാശനം. ദേശം മുഖ്യ രക്ഷാധികാരിയും ഖത്തറിലെ വ്യവസായിയുമായ PB മേനോന്, ദേശം രക്ഷാധികാരിയും ദിനേശ് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടറുമായ PB ദിനേശിന് ആദ്യ പ്രതി നൽകി നിർവഹിച്ചു. ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PN വൈശാഖ് സ്വാഗതവും ജനറൽ കൺവീനർ PK രാജേഷ് നന്ദിയും പറഞ്ഞു. ആദ്യ സംഭാവന രക്ഷാധികാരി C വേണുഗോപാൽ അണ്ടേങ്ങാട്ടിൽ നിന്നും ചീഫ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ഏറ്റുവാങ്ങി. വർക്കിംഗ് പ്രസിഡന്റ് K സതീഷ് കുമാർ, അസോസിയേറ്റ് സെക്രട്ടറി ജയൻ പാറയിൽ, പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, കുമരനെല്ലൂർ ദേശകമ്മിറ്റി പ്രസിഡന്റ് AK സതീഷ് കുമാർ, എങ്കക്കാട് ദേശകമ്മിറ്റി പ്രസിഡന്റ് PR സുരേഷ് കുമാർ, ചീഫ് എഡിറ്റർ E നന്ദകുമാർ, വടക്കാഞ്ചേരി ദേശം ചീഫ് അഡ്വൈസർമാരായ PA നാരായണസ്വാമി, PN ഗോകുലൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ഡിസംബർ 11 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി കരുമത്ര വാക്കേക്കര 2ാം വാർഡ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ P നാരായണക്കുട്ടി അമ്മ നഗറിൽ കരുമത്രയിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ദീപ സന്തോഷ് അധ്യക്ഷയായി. അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥികളായ ഷഹന നൌഷാദ്, ശ്രീകൃഷ്ണൻ, നേതാക്കളായ കുട്ടൻ മച്ചാട്, അൽഫോൺസ ഫ്രാൻസിസ്, വിനോദ് മാടവന, സന്തോഷ് എറക്കാട്ട്, NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, റെയ്നു വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കാലമായി കഴിഞ്ഞാൽ എന്തെങ്കിലും കിറ്റ് കൊടുക്കുക, അതുപോലെ പെൻഷൻ കൂട്ടിക്കൊടുക്കുക ഒക്കെ ചെയ്യാറുണ്ട്. ഈ സംസ്ഥാനത്ത് രാജ്യത്ത് തന്നെ പെട്രോളിനും ഡീസലിനും ഒക്കെ വില വർദ്ധിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റുകൾ അവർക്ക് അതിന്റെ നികുതി കുറച്ചു കൊടുക്കാൻ ഗവൺമെന്റിന് അതിനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഭരണാധികാരി, കൈരളിയുടെ കണ്ണീരൊപ്പാൻ അവതരിച്ച ജനനായകൻ ശ്രീമാൻ ഉമ്മൻചാണ്ടി അത് നടപ്പിലാക്കിയിരുന്നു. അതിനുശേഷം ഇവര് പെട്രോളിന്റെയും ഡീസലിന്റെയൊക്കെ സെസ് വർദ്ധിപ്പിച്ചപ്പോ അന്ന് പറഞ്ഞത് പെൻഷൻ കൊടുക്കാനാണെന്നാണ്. 10 വർഷക്കാലം ഭരിച്ചിട്ട് പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് വർദ്ധിപ്പിച്ചത്. ഇപ്പൊ ഈ പാവപ്പെട്ട തൊഴിലുറപ്പുകാരോടൊക്കെ പറയാണ്, നിങ്ങള് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പെൻഷൻ കിട്ടില്ല, നിങ്ങൾക്ക് തൊഴിലുറപ്പുണ്ടാവും, ജോലി നഷ്ടപ്പെടും. ഇതൊക്കെ കൊടുക്കുന്നത് ഇവരുടെ വീട്ടിൽ നിന്നാണല്ലോ. പെൻഷൻ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്, അതുപോലെ തന്നെ തൊഴിലുറപ്പ് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ഈ രാജ്യത്ത് നമുക്ക് പറയാൻ സാധിക്കണം, ഈ രാജ്യത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടായതുകൊണ്ടാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് കോൺഗ്രസ് ആണ്. ഈ രാജ്യത്തിന് ഭരണഘടന ഉണ്ടാക്കി തന്നത് കോൺഗ്രസ് ആണ്. ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിൻ ഫോറസ്ട്രി കോളേജിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി നവംബർ 25 മുതൽ ഡിസംബർ 10 വരെ ആചരിക്കുന്ന ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിൻ 2025 ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി വെള്ളാനിക്കര കോളേജ് ഓഫ് ഫോറസ്ട്രിയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വനിതാ ശിശു വികസന ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് ഷൈജു KL ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. വെള്ളാനിക്കര കോളേജ് ഓഫ് ഫോറസ്ട്രി ഡീൻ ഓഫ് ഫാക്കൽറ്റി ഡോക്ടർ ഗോപകുമാർ S അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിന്റെയും ഡിസ്ട്രിക്ട് സങ്കൽപ് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമന്റെയും ആഭിമുഖ്യത്തിലാണ് വെള്ളാനിക്കര കോളേജ് ഓഫ് ഫോറസ്ട്രിയിൽ ക്ലാസ് സംഘടിപ്പിച്ചത്. സ്ത്രീ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചും സൈബർ അതിക്രമങ്ങൾക്കെതിരായ പ്രതിരോധത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. റിസോഴ്സ് പേഴ്സണായ ജനനീതി ഡയറക്ടർ അഡ്വക്കേറ്റ് ജോർജ് പുലിക്കുത്തിയിൽ ക്ലാസിന് നേതൃത്വം നൽകി. മിഷൻ ശക്തി ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിൻസെന്റ് PD, കോളേജ് ഓഫ് ഫോറസ്ട്രി NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജിത്ത് ബാബു, ഡിസ്ട്രിക്ട് സങ്കൽപ് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ സ്പെഷ്യലിസ്റ്റ് ഇൻ ഫിനാൻഷ്യൽ ലിറ്ററസി DS സുജിത്ത് എന്നിവർ പങ്കെടുത്തു. വിമുക്ത ഭടന്മാരുടെ സംരക്ഷണം സമൂഹത്തിന്റെ കടമയാണെന്ന് മേജർ PJ സ്റ്റൈജു.
24 കേരള ബറ്റാലിയൻ സായുധ സേനാ ദിനത്തോടനുബന്ധിച്ച് മറ്റത്ത് സംഘടിപ്പിച്ച ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിനാചരണത്തിന്റെ ഭാഗമായി NCC കേഡറ്റുകൾക്ക് സുബേദാർ നകുൽ മിർദ സായുധ സേനാ ദിന ബാഡ്ജ് സമ്മാനിച്ചു. സീനിയർ അണ്ടർ ഓഫീസർ ശിവമല്ലി സായുധ സേനാ ദിന സന്ദേശം നൽകി. സീനിയർ കേഡറ്റുകളായ അഭിജിത് മോഹൻ, മുഹമ്മദ് ഷംസീർ, മിൻസാര രാജേന്ദ്രൻ, അക്ഷയ് ഇ തോമസ്, ആർദ്ര ശ്രീരാഗ്, ഇസബൽ ജോസ് എന്നിവർ പ്രസംഗിച്ചു. തങ്ങളുടെ പ്രദേശത്തുള്ള വിമുക്ത ഭടന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് കേഡറ്റുകൾ പ്രതിജ്ഞയെടുത്തു. കേഡറ്റുകളുടെ ദേശഭക്തി ഗാനാലാപനത്തോടെ യോഗം സമാപിച്ചു. സായുധ സേനാ ദിനത്തിൽ വിൽക്കപ്പെടുന്ന സ്റ്റാമ്പുകളുടെ ധനസമാഹരണത്തിലൂടെയാണ് മരണമടഞ്ഞ വിമുക്ത ഭടന്മാരുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിനും മക്കളുടെ പഠനത്തിനും വിവാഹത്തിനുമായി വരുന്ന ചിലവുകൾക്കുള്ള പണം സ്വരൂപിക്കുന്നത്. ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് പ്രാദേശിക തലത്തിൽ ഈ ഫണ്ട് വിതരണം ചെയ്യുന്നതിനാൽ പ്രാദേശികമായി വിമുക്ത ഭടന്മാരുടെ കുടുംബക്ഷേമത്തിനായി ഈ ദിനം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് യൂണിറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു കേഡറ്റുകളെ ഓർമ്മിപ്പിച്ചു. തൃശൂർ 24 കേരള ബറ്റാലിയന്റെ കീഴിലുള്ള മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെള്ളാനിക്കര ടെൻസ് വിദ്യാനഗർ അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് മഹോത്സവം നടന്നു. രാപ്പാൾ ധർമ്മശാസ്ത്ര സംഘം ശാസ്താംപാട്ട് അവതരിപ്പിച്ചു. പുറപ്പാട് എഴുന്നള്ളിപ്പ് കിഴക്കേ വെള്ളാനിക്കര ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ദീപാരാധനയ്ക്ക് ശേഷം താലപ്പൊലിയോടെ മഹോത്സവ സന്നിധിയിലെത്തി. പ്രസിഡന്റ് ഷിജു വടക്കൂട്ട്, സെക്രട്ടറി മുകേഷ് കൃഷ്ണൻ അരിയാടത്ത്, ഖജാൻജി രമേശ് വാര്യർ, വൈസ് പ്രസിഡന്റ് ബിജു തെക്കൂട്ട്, ജോയിന്റ് സെക്രട്ടറി വിഷ്ണുലാൽ രായത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരിടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ,
ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും ക്രിസ്മസ് ആഘോഷം കളറാക്കാൻ വർണ്ണങ്ങൾ വാരി വിതറി ക്രിസ്മസ് വിപണി സജീവം. വലിയ പ്രതീക്ഷയിലാണ് വ്യാപാരികളും. ക്രിസ്മസിനെ വരവേൽക്കാൻ നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളും വിപണിയിലെത്തിക്കഴിഞ്ഞു. നാടെങ്ങും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലായി. വരും ദിവസങ്ങളിൽ വ്യാപാര മേഖല സജീവമാകും എന്ന വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണയും വ്യാപാരികൾ. ക്രിസ്മസ് ആഘോഷത്തിന്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളുമാണ്. പുൽക്കൂടുകൾ, വേഷവിധാനങ്ങൾ, ക്രിസ്മസ് ട്രീകൾ എന്നിവയെല്ലാം വിപണി കീഴടക്കി കഴിഞ്ഞു. പുതുമയുടെ പരീക്ഷണം കൂടിയാണ് ഇത്തവണയും ഈ ക്രിസ്മസ് കാലം. പേപ്പർ നക്ഷത്രങ്ങളിൽ നിന്നും വിവിധ തരം LED നക്ഷത്രങ്ങളിലേക്കുള്ള മാറ്റമാണ് വിപണിയിലെ പ്രധാന കാഴ്ച. മിന്നിത്തിളങ്ങുന്ന LED നക്ഷത്രങ്ങൾക്ക് ആവശ്യക്കാരും കൂടുതലാണ്. 80 രൂപ മുതൽ 1600 രൂപ വരെയാണ് വിപണിയിലെ വില. അലങ്കാര ബൾബുകൾക്ക് 100 മുതൽ 1000 രൂപ വരെയും വില ഈടാക്കുന്നുണ്ട്. നിയോൺ ലൈറ്റുകളാണ് ഇത്തവണയും വിപണിയിലെ താരം. 80 രൂപ മുതലാണ് നിയോൺ ലൈറ്റുകളുടെ വില ആരംഭിക്കുന്നത്. പ്ലാസ്റ്റിക്കിനോട് ഗുഡ് ബൈ പറഞ്ഞ് പരിസ്ഥിതി സൗഹാർദ്ദ അലങ്കാര വസ്തുക്കളും വിപണിയിലുണ്ട്. ക്രിസ്മസ് ട്രീകളിൽ ഉപയോഗിക്കുന്ന ചെറിക്ക് 75 മുതൽ 300 വരെയാണ് വില. ക്രിസ്മസ് പാപ്പ 140 മുതലാണ് വില. മാനുകൾക്ക് 400 രൂപ മുതൽ 900 രൂപയും. ഹാങ്ങിങ് ബോൾ 30 രൂപ മുതൽ 450 വരെയാണ് വില ഈടാക്കുന്നത്. 150 രൂപ മുതൽ ആരംഭിക്കുന്ന പുൽക്കൂട് രൂപങ്ങൾ 12,000 രൂപയിൽ എത്തി നിൽക്കുന്നു. പൂർണ്ണമായും മാർബിളിൽ തീർത്ത രൂപങ്ങൾക്കാണ് 12,000 രൂപ. 400 രൂപ മുതൽ ആരംഭിക്കുന്ന പുൽക്കൂടുകൾ 1,500 രൂപയുടെ വരെയുണ്ട്. വർണ്ണങ്ങൾ മിന്നിത്തിളങ്ങി പ്രതീക്ഷയുടെ വിളക്കുകൾ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ആഘോഷ രാവിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ പിതൃവേദി സംഘടനയുടെയും അമല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആബ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഇടവക വികാരി ഫാദർ ഷിൻഡോ പാറയിൽ ഉദ്ഘാടനം ചെയ്തു. പിതൃവേദി സംഘടനയുടെ പ്രസിഡന്റ് ബൈജു കെസി സ്വാഗതം പറഞ്ഞു. ഇടവക ട്രസ്റ്റി റെനി ജോസ് ആശംസകൾ അറിയിച്ചു. ആബ ചാരിറ്റബിൾ സൊസൈറ്റി കോർഡിനേറ്റർ ജിജോ ക്യാമ്പിന്റെ വിശദീകരണം നൽകി. ക്യാമ്പിൽ 125 പേർ പങ്കെടുത്തു. പിതൃവേദി അംഗങ്ങളായ റിൻസ് KJ, നിജിൽ KA, ജിയോ ഫ്രാൻസിസ്, ബൈജു KJ, ലെനിൻ ലൂയിസ്, ബെന്നി KF, ബാബു KF എന്നിവർ നേതൃത്വം നൽകി. AKTA വടക്കാഞ്ചേരി ഏരിയ ഓട്ടുപാറ യൂണിറ്റ് കൺവെൻഷൻ ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ ജില്ലാ കമ്മിറ്റി അംഗം TA ജയ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉമാദേവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PA ജാസ്മിൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ രഞ്ജിത വിജയൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കമ്മിറ്റി അംഗം രാഖി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മികച്ച സംഘം കൺവീനറെ അനുമോദിച്ചു. പ്രിയദർശിനി സ്വാഗതവും പ്രസിഡന്റ് KT രാജൻ നന്ദിയും പറഞ്ഞു. മുന്നോട്ട് പോകുന്നത് കൊണ്ട് കുറെ സമരങ്ങളിൽ കൂടിയാണ് കുറെ ആനുകൂല്യം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അല്ലേ. AKTA എന്ന സംഘടന മാത്രമാണ് ഒരു വർഗ രാഷ്ട്രീയ സംഘടനയായി മുന്നോട്ട് പോണത്. കാരണം തൊഴിലാളി വർഗത്തിൽ തയ്യൽ തൊഴിലാളികളെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ്. പെൻഷനാണെങ്കിലും അവരുടെ ആനുകൂല്യമാണെങ്കിലും കൃത്യമായി അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് AKTA എന്ന സംഘടനയ്ക്ക് സാധിക്കുന്നു. മറ്റു രാഷ്ട്രീയ സംഘടനകളും ക്ഷേമനിധി ചേർക്കുന്നുണ്ട്. ഒട്ടേറെ ക്ഷേമനിധികൾ ചേർത്ത് പോകുന്നുണ്ട്. പല ക്ഷേമനിധികളിലും മാനദണ്ഡത്തിന് വിധേയമായി അവരുടെ പെൻഷൻ കിട്ടാതെ വരുന്ന അവസ്ഥയാണുള്ളത്. നിർമ്മാണ തൊഴിലാളി പെൻഷനൊക്കെ കിട്ടിയത് കുറെ നാളുകൾ തന്നെയായിരിക്കുന്നു. 1 വർഷം 1.5 വർഷത്തോളമായി ആ പെൻഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്ഷേമനിധി പെൻഷനൊന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. വളരെ കൃത്യമായി തന്നെ അത് കൈകളിലേക്ക് എത്തിക്കുന്നതിന് തട്ടുതട്ടായ പ്രവർത്തനം നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ.
SLG ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, ഏരിയ ഉണ്ട്, ജില്ലയുണ്ട്, സംസ്ഥാനമുണ്ട്. തട്ടത്തട്ടായ നമ്മളുടെ ഈ കമ്മിറ്റി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശി കോട്ടായി വീട്ടിൽ അക്ഷയ് എന്ന 22-കാരനാണ് മരിച്ചത്. വിയൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ആത്മഹത്യയുടെ കാരണം അറിവായിട്ടില്ല. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വാർത്തകളിലേക്ക്. 34,000 രൂപ മോഷ്ടിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ തമിഴ്നാട് സ്വദേശിനികളായ 2 സ്ത്രീകൾ റിമാൻഡിൽ. KSRTC ബസ്സിൽ വെച്ച് 34,000 രൂപ അടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ രാജേശ്വരി, മാരി എന്നിവരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടനല്ലൂരിൽ നിന്ന് കൊടകരയിലേക്ക് വരികയായിരുന്ന പുത്തൂർ പുത്തൻകാട് സ്വദേശിനിയുടെ 34,000 രൂപ അടങ്ങിയ പേഴ്സാണ് ഇവർ മോഷ്ടിച്ചത്. പ്രതികളെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പ്രതികൾ റിമാൻഡിൽ. കാര പുതിയ റോഡ് സ്വദേശി മുല്ലപ്പത്ത് വീട്ടിൽ ശരത്, മുല്ലമ്പറമ്പത്ത് വീട്ടിൽ നന്ദകുമാർ, എടവിലങ്ങ് കാര സ്വദേശി കിഴക്കേ വീട്ടിൽ ശരത് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പോക്സോ കേസിൽ ഒളിവിലായിരുന്ന പ്രതി തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിൽ. പ്രതിക്ക് 29 വർഷത്തെ കഠിന തടവിന് ശിക്ഷ വിധിച്ചു. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി ആലപ്പുഴ നീലംപേരൂർ സ്വദേശി മനപ്പെട്ടി വീട്ടിൽ ഷിജു കൃഷ്ണ എന്നയാളെയാണ് തൃശൂർ സിറ്റി പോലീസ് കർണാടകയിലെ സുള്ളിയിൽ നിന്നും പിടികൂടിയത്. 2023 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് തൃശൂരിലെ ഒരു ലോഡ്ജിലെത്തിച്ച് അതിജീവിതയെ കട്ടിലിൽ കെട്ടിയിട്ട് ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയും സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ പ്രതി കേസിൽ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പായതിനെ തുടർന്ന് ഒളിവിൽ പോവുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടെടുപ്പ് ദിവസം അടുത്തതോടെ സ്ഥാനാർത്ഥികൾ വീട് കയറിയുള്ള വോട്ടഭ്യർത്ഥന സജീവമാക്കിയത് മുതിർന്ന നേതാക്കൾക്കൊപ്പം. പാണഞ്ചേരിയിലെ ഭരണം 3 മുന്നണികളും വിജയം അവകാശപ്പെടുന്നു. താണിക്കുളം സെന്ററിൽ നടന്ന വാടകത്തറ പഞ്ചായത്ത് LDF കൺവെൻഷൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.